നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് പോലീസ് IG ആയി റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഒരു കൊലക്കേസിൽ കോടതി ജീവപര്യന്തം കഠിനാടനം ശിക്ഷിച്ചു. സെൻട്രൽ ജയിലിൽ ശിക്ഷ കടന്നതിന് അനുഭവിച്ചതിന് ശേഷം പിന്നീട് പുറത്തു വന്നതിന് ശേഷം ശിക്ഷിച്ചിട്ടിപ്പം 14 വർഷമായി. 14 വർഷം ശിക്ഷിച്ച് സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാൾ റിട്ടയർ ചെയ്തപ്പോഴാണ് ശിക്ഷ കിട്ടുന്നത്. ആ ആള് പെൻഷൻ ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുക. പെൻഷൻ ഒരു മാസം പോലും ഈ ഉദ്യോഗസ്ഥൻ ജീവപര്യന്തം കഠിനാടനം ശിക്ഷ കോടതി ശിക്ഷിക്കപ്പെട്ട ആ പോലീസ് IG ആയിരുന്ന വ്യക്തി, റിട്ടയർഡ് പോലീസ് IG, പെൻഷൻ ഇന്ന് വരെയും തടഞ്ഞിട്ടില്ല. ഇവിടെ ചോദിക്കാനും പറയാൻ ആരില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവപര്യന്തം കഠിനാടനം ശിക്ഷിച്ച ഈ റിട്ടയർഡ് പോലീസ് IG-യെ ഇവിടെ അപ്പീൽ ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതി വരെ ഇയാളെ കോടതി ജീവപര്യന്തം കഠിനാടനം ശിക്ഷിച്ചത് ശരിവെച്ചിട്ട് ആ കേസ് 14 വർഷമായിട്ടും പെൻഷൻ തടയാതെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥനെ വീട്ടിൽ 2 പോലീസുകാരെ അംഗരക്ഷകരായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരാൾ ഡ്യൂട്ടി തീർന്നാൽ അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ വരെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ IG റിട്ടയർ ചെയ്ത ആൾക്ക് ഈ ആനുകൂല്യമൊക്കെ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? അപ്പോൾ സർക്കാർ ഇതൊന്നും നോക്കുന്നില്ല. ധനകാര്യ വകുപ്പ് നോക്കുന്നില്ല. ട്രഷറി ഡയറക്ടർ ഇന്ന് ഞാൻ വിളിച്ചു, കഴിഞ്ഞ ശനിയാഴ്ചയും വിളിച്ചു, നേരിട്ട് കാണും. ട്രഷറി ഡയറക്ടർ എന്ന് പറയുന്നത് സാജൻ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഇതുപോലത്തെ ഒരു വിവരദോഷിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഫോണിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വിവരങ്ങൾ സൂചിപ്പിച്ചു, വളരെ വ്യക്തമായി പറഞ്ഞു. ഞങ്ങളുടെ ജോലിയല്ല, ട്രഷറി ഡയറക്ടറുടെ ജോലിയല്ല, എൻ്റെ ജോലിയല്ല, AGയുടെ ജോലിയാണ്. അക്കൗണ്ട് ജനറലെ ആണ് ഇതൊക്കെ നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അക്കൗണ്ട് ജനറലൊന്നുമല്ല മനസ്സിലാക്കേണ്ടത്, ധനകാര്യ വകുപ്പും ട്രഷറി ഡയറക്ടറൊക്കെയാണ് നോക്കേണ്ടത്. അഭയ കേസിലെ 1-ാം പ്രതി തോമസ് കോട്ടൂരിനെ ശിക്ഷിച്ചിട്ട് ട്രഷറി കാണും. 2024 മെയ് 4-ാം തീയതിയാണ് കോട്ടൂരിൻ്റെ പെൻഷൻ തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയത് ധനകാര്യ വകുപ്പാണ്. ട്രഷറി ഡയറക്ടറും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കല്ലെന്ന്. അപ്പം ഇത് ഉത്തരവാദിത്തപ്പെട്ട ഇവരുടെ ജോലി തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ട്രഷറി ഡയറക്ടർ സാജനോട് ചോദിച്ചു, വെറുതെ അല്ല ട്രഷറി കാലിയായിക്കൊണ്ടിരിക്കുന്നു, ഈ തട്ടിപ്പെല്ലാം നടത്തിക്കൊണ്ടിരിക്കില്ലേ, തട്ടിപ്പ് നടത്തുന്നവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കില്ലേ, നിയന്ത്രിക്കുന്നില്ല. ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും അതിൻ്റെ ഗൗരവം നോക്കും. പിന്നെ ഞാൻ ധനകാര്യമന്ത്രി അവിടെ വിളിച്ചു. ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെ അവിടെ അഡീഷണൽ സെക്രട്ടറി പ്രശാന്തിനെ നേരിട്ട് അവിടെ ആ നമ്പറിലേക്ക് വിളിക്കും. ലാൻഡ് ഫോണിലാണ്. പ്രശാന്ത് ഫോൺ എടുത്തിട്ട്, എനിക്ക് പരിചയമുള്ള ആളാണ്, പക്ഷേ ആരാന്നറിയത്തില്ല, ഞാൻ പേര് പറഞ്ഞ മുമ്പ് തന്നെ ഫോൺ എടുത്തപ്പോഴേ പറയണം, ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമോ, മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കൂ, അപ്പോൾ എന്താണെന്ന് പറയേണ്ടതെന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഇതുപോലത്തെ ഈ പറയുന്ന ശിക്ഷിക്കപ്പെട്ട ആൾ ഇത്രയും വർഷം പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നു. പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചെറിയൊരു പരാതിയോ അന്വേഷണങ്ങളോ വകുപ്പ് തല നടപടി എടുക്കുമ്പോൾ പെൻഷൻ തടയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ജീവപര്യന്തം കഠിനാടനം കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ സുപ്രീം കോടതി ശിക്ഷ ശരിവെച്ച ആൾ 14 വർഷത്തോളമായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ട് ഇറങ്ങുകയും ചെയ്ത കുറ്റവാളിക്ക് 14 വർഷത്തോളമായിട്ട് ഇപ്പോഴും പെൻഷൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസമാണ്. സർക്കാരിന് 5 പൈസ ഇല്ല എന്ന് പറയും. ഇത് കണക്ക് കൊടുക്കാനോ പിടിക്കാനോ ഒന്നും. ഇതുപോലെയുള്ള ആളുകൾ ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച് തന്നെ 1500 പേര് പെൻഷൻ അർഹതല്ലാത്തൊരു തട്ടിയെടുക്കുന്നു. നിലവിൽ സർക്കാർ ജീവനക്കാരായിട്ടുള്ളവരും BMW കാറുള്ളവനും പെൻഷൻ സർക്കാരിൻ്റെ മേടിച്ചുകൊണ്ടിരിക്കുന്നവനും 1500 രൂപയുടെ പിച്ചച്ചട്ടിയിൽ പാവപ്പെട്ടവന് കിട്ടേണ്ട പെൻഷൻ മേടിക്കും. ഇതൊക്കെ ട്രഷറിയോ? അപ്പം ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയാണ്, അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം പറയാം, അതൊന്നും ഞങ്ങൾ വെളിപ്പെടുത്തിയല്ല 1500 പേരുടെ, അതൊക്കെ ഞങ്ങൾ രഹസ്യമാക്കി വെക്കും ധനകാര്യ വകുപ്പ്. അപ്പം ധനകാര്യ പരിശോധന ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ച നാളുകളിലും ഈ തട്ടിപ്പ് നടത്തിയവരുടെ പേര് വന്നാലല്ലേ, തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവരുടെ രഹസ്യമാക്കി വെച്ചാൽ നാളുകൾ ഇതുപോലെ വർദ്ധിച്ച് തട്ടിപ്പ് വീണ്ടും നടക്കും. അവരുടെ പേര് വിവരം വെളിവിടണ്ടേ, അവരെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യം എന്തിനാ? അപ്പം ധനകാര്യമന്ത്രി ഇതുപോലെ പല ധനകാര്യമന്ത്രിമാരെ ഇവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ പരാജയം, ബാലഗോപാൽ ഒരു പരാജയം തന്നെയാണ് ധനകാര്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓഫീസിൻ്റെ സ്ഥിതി, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ട്രഷറി ഡയറക്ടറെ അവസ്ഥ ഇത് തന്നെ. അപ്പം ട്രഷറി ഈ ഡയറക്ടർ
വെറുതെ അല്ല ട്രഷറി കാലിയായെന്ന് ഞാൻ ഡയറക്ടറോട് ഈ സാജനോട് ചോദിച്ചു. ആ അവസ്ഥയാണ്. ആ കാശിന് കൊള്ളുകേല സർക്കാർ. ഇത് സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ തടയേണ്ട ഒരു വ്യക്തിയുടെ ഉദ്യോഗസ്ഥന്റെ ശിക്ഷിക്കപ്പെട്ട ആളുടെ സർക്കാർ ഖജനാവിൽ നിന്ന് പെൻഷൻ മേടിച്ചുകൊണ്ട് കൂളായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഫോണിക്കൂടെ വിളിക്കുമ്പോൾ അവർക്കൊന്നും ഒരു താല്പര്യവും ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ 1% ആത്മാർത്ഥത ഉണ്ടോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മാന്യമായി പെരുമാറുന്നു. വകുപ്പ് തല നടപടിയാണ് അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നത്. അത് തന്നെ സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ തോന്നിവാസങ്ങളാണ് ഓഫീസിൽ വിളിക്കുന്നത്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന പോലീസ് ഐ.ജി.ആയി റിട്ടയർ ചെയ്ത ഈ ഉദ്യോഗസ്ഥൻ്റെ മുഴുവൻ വിവരം അടുത്ത വീഡിയോയിൽ ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട്. മൊത്തം വിവരങ്ങൾ ആ ആളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ രേഖകളെല്ലാം വെളിപ്പെടുത്തും. ആരാ എന്താണെന്നുള്ള കൃത്യമാണ്. അപ്പം ഒരു പോലീസ് ഐ.ജി ആയിരുന്ന ആളെ ജീവപര്യന്തം കഠിന കോടതി ശിക്ഷിച്ചിട്ടും അത് സുപ്രീം കോടതി ശരിവെച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതാരും തടയുന്നുമില്ല, പരാതിയില്ല. ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. അത് നടപടി എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് വീട്ടു ജോലി ചെയ്യുന്ന പോലെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഇയാൾക്ക് സഹായത്തിന് വേണ്ടി. 2 പോലീസ് ഉദ്യോഗസ്ഥരെ എന്തിനു വെക്കണം? ഇവിടെ DGP ആയി റിട്ടയർ ചെയ്ത ആ ഉദ്യോഗസ്ഥന് പോലും വീട്ടിൽ പോലീസുകാരെ വെച്ചിട്ടില്ലല്ലോ. സഹായികളെ അംഗരക്ഷകരായിട്ട് ആർക്കുമില്ലല്ലോ. പിന്നെ ശിക്ഷിക്കപ്പെട്ട ഈ കുറ്റവാളിക്ക് കൊടുക്കേണ്ട കാര്യം എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഇവിടെ മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്. ഇതൊന്നും അവരാരും അറിയുന്നില്ല. അവരാരും ഇത് കൊടുക്കുന്നില്ല, അറിയുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടതാണ്. ജനങ്ങൾ അറിയേണ്ട ഇതുപോലെയുള്ള സംഭവങ്ങളാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്നത്. അടുത്ത വീഡിയോയിൽ ഞെട്ടിപ്പിക്കുന്ന ഈ വിവരത്തിലെ മുഴുവൻ വിവരം ആരാണ്, എന്താണ്, ഈ ഉദ്യോഗസ്ഥൻ്റെ പേരും ശിക്ഷിക്കപ്പെട്ട കൊലപാതകം ഏത് കേസാണ്, എന്താണ് എന്നുള്ളതെല്ലാം വെളിപ്പെടുത്തുന്നതാണ്.